കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്നു സഖാവ് എം ലോറൻസ്. കേരളത്തിലൊരറ്റം മുതൽ മറ്റൊരറ്റം വരെ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയാണ് സഖാവ് എം ലോറൻസ്. മധ്യ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടായിരുന്നില്ല പല മേഖലയിലും. അത്തരം മേഖലകളിൽ പ്രത്യേകിച്ച് സഞ്ചാരത്തിന് തന്നെ ഒരു സൗകര്യവുമില്ലാതിരുന്ന പഴയകാല ഇടുക്കി ഉൾപ്പെടെയുള്ള മേഖലയിൽ പാർട്ടിയുടെയും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെയും ചുമതലക്കാരനായി സുദീർഘകാലം പ്രവർത്തിച്ച പ്രവർത്തന അനുഭവമുള്ള പാർട്ടി നേതാവാണ് സഖാവ് എം ലോറൻസ്. സ്വാതന്ത്ര്യം കിട്ടി അല്പം കഴിയുമ്പോഴാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം എന്ന പേരിൽ ഇന്ത്യൻ ഭരണവർഗമായിട്ട് മാറിയ കോൺഗ്രസിൻ്റെ ഭരണാധികാരത്തെ ഉപയോഗപ്പെടുത്തിയുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ടയും അതിശക്തിയായിട്ട് ഇന്ത്യയിലുടനീളവും കേരളത്തിലും നടന്നത്. ആ വേട്ടയുടെ ഭാഗമായി കൊടിയ മർദ്ദനങ്ങളും കടന്നാക്രമങ്ങളും കേരളത്തിൻ്റെ വിവിധ മേഖലയിലുള്ളപ്പോൾ തന്നെയാണ് സഖാവ് മൊയാരത്ത് ശങ്കരനെ പോലെയുള്ളവരെ കോൺഗ്രസിൻ്റെ ചരിത്രം മലയാളികൾക്ക് നൽകിയ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവും എഴുത്തുകാരനുമായിരുന്ന മൊയാരത്തിനെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി സംഘടിത തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത് മുന്നേറുന്ന ഘട്ടത്തിലാണ് അന്നത്തെ കോൺഗ്രസിൻ്റെ കുറുവടി പട മൃഗീയമായി അടിച്ച് കൊന്നത്. പാർട്ടിയെ നിരോധിക്കുകയും പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്ന ആ ഘട്ടത്തിൽ തന്നെയാണ് മധ്യ കേരളത്തിലെ ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ശക്തിയായ പ്രവർത്തന കേന്ദ്രമായിട്ട് മാറിയ എടപ്പള്ളി ഉൾപ്പെടെയുള്ള മേഖലയിൽ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണം എന്ന രീതിയിൽ തന്നെ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൻ്റെ കഥ രേഖപ്പെടുത്തി കൊടിയ മർദ്ദനം ലോറൻസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരായി സംഘടിപ്പിച്ചു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി സഖാവ് എം ലോറൻസ് പ്രവർത്തിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് എന്ന നിലയിൽ കേരളത്തിലെ അതിശക്തനായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ നായകൻ എന്ന നിലയിൽ പാർലമെൻ്ററി പ്രവർത്തന രംഗത്തും എല്ലാ മേഖലയിലും സർവതല സ്പർശിയായ മേഖലയിൽ അദ്ദേഹം ഇടപെടാത്ത കൈവക്കാത്ത ഒരു ഭാഗവും നമുക്ക് കാണാനാവില്ല. ആ രീതിയിൽ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ പാർട്ടി കെട്ടിപ്പടുക്കാൻ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായി CPIM-നെ ഉയർത്തിക്കൊണ്ടുവരാൻ തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച് ഒന്നും അവശേഷിപ്പിക്കാതെ എല്ലാ അർത്ഥത്തിലും ത്യാഗിയായ നിസ്വാർത്ഥമായ അഴിമതിയുടെ കറ ഉരളാത്ത
കമ്മ്യൂണിസ്റ്റ് മാതൃകയായി കഴിഞ്ഞ വർഷമാണ് സഖാവ് എം എൻ ലോറൻസ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. സഖാവിൻ്റെ സ്മരണ ഇന്ന് കേരളത്തിൽ വിവിധ മേഖലകളിൽ ഉയർത്തിപ്പിടിക്കുമെന്ന പ്രതിജ്ഞയോടെ പതാക ഉയർത്തിയും ഓഫീസുകൾ അലങ്കരിച്ചും സമ്മേളനങ്ങൾ നടത്തിയും ഇന്നത്തെ ദിനം ആചരിക്കുകയാണ്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്.